സിംപ്ലിഫൈ യുവർ ലൈഫ് വിത്ത് അസ്. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം. 1984 ഭോപ്പാൽ വാതക ദുരന്തത്തിൽ മരിച്ചവരുടെ സ്മരണയ്ക്കായി വർഷം തോറും ഡിസംബർ 2 ദേശീയ മലിനീകരണ ദിനമായി ആചരിക്കുന്നു. നല്ല വായുവും വെള്ളവും പരിസരവും നല്ല ജീവിതത്തിന് അനിവാര്യമാണെന്ന ഓർമ്മപ്പെടുത്തലുമായി ഇന്ന് ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം. ഭരണകൂടങ്ങൾക്കൊപ്പം നമുക്ക് ഓരോരുത്തർക്കും നിറവേറ്റാനുള്ള ചുമതലകൾ കൂടി ഈ ദിനാചരണം ചൂണ്ടിക്കാട്ടിത്തരുന്നു. ഈ ആചരണം വായു, ജലം എന്നിവയെ ബാധിക്കുന്ന മലിനീകരണത്തിൻ്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഭോപ്പാലിലേത് പോലുള്ള വ്യാവസായിക ദുരന്തങ്ങൾ ഒഴിവാക്കാൻ പ്രതിരോധ നടപടികളുടെ ആവശ്യകത ഊന്നിപ്പറയുന്നു. ലോകമെമ്പാടുമുള്ള ആരോഗ്യത്തിനും ജീവിത നിലവാരത്തിനും മലിനീകരണം ഒരു പ്രധാന ഭീഷണി ഉയർത്തുന്നു. നാഷണൽ ഹെൽത്ത് പോർട്ടൽ ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് വായു മലിനീകരണം കാരണം മാത്രം പ്രതിവർഷം 7 ദശലക്ഷം ആളുകൾ മരിക്കുന്നു. പാരിസ്ഥിതിക മലിനീകരണം എന്നും വിളിക്കപ്പെടുന്ന മലിനീകരണത്തിൽ പരിസ്ഥിതിയിലേക്ക് ദോഷകരമായ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഊർജത്തിൻ്റെ രൂപങ്ങൾ, ചൂട്, ശബ്ദം അല്ലെങ്കിൽ വെളിച്ചം പരിസ്ഥിതിയിലേക്ക് അവതരിപ്പിക്കുന്നത് ഉൾപ്പെടുന്നു. അത് അതിൻ്റെ സന്തുലിതാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നു. നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ പരിസ്ഥിതി ആരോഗ്യ അപകടമാണ് വായു മലിനീകരണം. ഇത് കാലാവസ്ഥാ വ്യതിയാനം വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുകയും കാർഷിക ഉൽപ്പാദനക്ഷമത കുറയ്ക്കുകയും ചെയ്യുന്നു. നമ്മുടെ അന്തരീക്ഷം സംരക്ഷിക്കാനും ആരോഗ്യകരമായ വായു ഉറപ്പാക്കാനും എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. കൂട്ടായ ശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് വായു മലിനീകരണം കുറയ്ക്കാൻ കഴിയൂ. അന്തരീക്ഷ മലിനീകരണം മുൻകൈയെടുത്ത് കൈകാര്യം ചെയ്യുന്നതിലൂടെ പരിവർത്തനാത്മകമായ മാറ്റം കൈവരിക്കാനും എല്ലാവർക്കും ആരോഗ്യകരമായ വായു ശ്വസിക്കാനും കഴിയും. മലിനമാക്കരുതേ മണ്ണും വായുവും വെള്ളവും. നല്ല വായുവും വെള്ളവും പരിസരവും നല്ല ജീവിതത്തിന് അനിവാര്യമാണെന്ന ഓർമ്മപ്പെടുത്തലുമായി ഇന്ന് ദേശീയ മലിനീകരണ ദിനം.